പ്ലാനറ്റ് എർത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മാനമുട്ടി മലയിലേക്കാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയിലേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ. ഒരു വർഷം മിസ്സായി കണ്ടിട്ട് ഇത്ര സൈറ്റിങ് അതിനാണോ ഇത്ര അടുത്ത് കാണുന്നതല്ലേ? പെരിയാർ കടുവ സങ്കേതം നമുക്കൊക്കെ അറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ്. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ട്രെക്കിംഗ് നമ്മൾ എടുത്തിട്ടുള്ളത്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിനടുത്തുള്ള ഒരു ട്രെക്കിംഗ് ആക്ടിവിറ്റിയാണിത്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റേ പ്രോഗ്രാമിനോട് കൂടെ ചേർന്നിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആക്ടിവിറ്റിയാണ് ഈ മാനമുട്ടി മല ട്രെക്കിംഗ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3:30 മണിയോടുകൂടിയാണ് വള്ളക്കടവിൽ നിന്ന് ഈ ഒരു ട്രെക്കിങ്ങിന് വേണ്ടി പുറപ്പെടുന്നത്. ഈ ഗവി റൂട്ടിലേക്ക് തന്നെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമ്മുടെ ഈ ടാർ ചെയ്ത റോഡിലൂടെ തന്നെ നടന്നതിന് ശേഷമാണ് നമ്മുടെ ഈ മലയിലേക്ക് കയറാനായിട്ട് തുടങ്ങുന്നത്. അതിനിബിഡമായ ഒരു കാട് തന്നെയാണ് പെരിയാർ. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല കാഴ്ചകളും നല്ല വന്യമൃഗങ്ങളൊക്കെ പ്രതീക്ഷ തന്നെയാണ് നടക്കുന്നത്. ആദ്യം തന്നെ നമുക്കവിടെ ഒരു മലയണ്ണാൻ്റെ സൈറ്റിംഗ് ആണ് കിട്ടിയത്. പിന്നെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു കാട്ടിലുണ്ടെന്ന് അറിയാൻ സാധിച്ചു. നമ്മുടെ കൂടെ 2 ഗൈഡ്സാണ് വന്നിട്ടുള്ളത്. ഈ റോഡിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മുടെ ഈ മലയിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ആദ്യം തന്നെ നല്ലൊരു സ്റ്റീപ്പാണ്. ഒരു 1.5 കിലോമീറ്ററോളം നല്ല കയറ്റം കയറിയാണ് നമുക്കിതിൻ്റെ മുകളിൽ എത്തേണ്ടതെന്ന് നമ്മുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞിരുന്നു. ചന്ദ്രൻ ചേട്ടനും അമൃത് എന്ന് പറയുന്ന ചേട്ടനുമാണ് നമ്മളോടൊപ്പം ഉള്ള ഗൈഡുകൾ. ഏകദേശം ഒരു പകുതി ദൂരം എത്തിയപ്പോൾ തന്നെ കുറച്ച് അകലെയായിട്ട് ഒരു ടവറിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 ആനകളെ കണ്ടു. നല്ല ദൂരത്താണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമ്മൾ കയറി വന്ന് മുന്നോട്ട് പോകുന്ന റോഡും കാണാം. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കഠിന പരിശ്രമത്തിന് ശേഷം നമ്മൾ ആ മലയുടെ മുകളിലെത്തി. ശരിക്കും നല്ല കാറ്റും നല്ല കോടമഞ്ഞും കയറിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലായിട്ടും പുൽമേടുകളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിനിടയിലൊക്കെ കരടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നമ്മുടെ ഗാർഡ്സ് പറയുന്നുണ്ടായിരുന്നു. നല്ല മഞ്ഞും കൂടെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ലോങ് സൈറ്റ് നമുക്ക് കുറവായിരുന്നു. ഇതിൻ്റെ മുകളിൽ തന്നെ വലിയൊരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. അത്യാവശ്യം ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ ക്യാപ്ചർ ചെയ്യാൻ പാകത്തിനുള്ള ക്യാമറയാണെന്നാണ് നമ്മുടെ ഗാർഡ്സ് നമുക്ക് പറഞ്ഞു തന്നത്. ഇവിടെ നിന്നുകൊണ്ട് കാണാവുന്ന ഏറ്റവും വലിയൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമാണ്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്കത് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു ട്രെക്കിങ്ങിന് വരുവാണെങ്കിൽ മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ നമ്മുടെ അടുത്ത സൈറ്റിംഗ് ഒരു കരടിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരടിയെ ഒരു ഫോറസ്റ്റിൽ വെച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അതിങ്ങനെ പുല്ലിൻ്റെ ഇടയിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പറഞ്ഞ് ഓടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഇതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തെത്തിയാലും കാണില്ല. അത്രയും ഹൈറ്റുള്ള പുല്ലാണ്. നമുക്കിപ്പോൾ ദൂരെ നിന്ന് കാണുമ്പം വലിയ ഹൈറ്റ് തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം ഒരാൾ പൊക്കമൊക്കെ വരുന്ന ഹൈറ്റിലുള്ള പുല്ല് വരെ ഈ ഒരു പ്രദേശത്ത് കാണുന്നുണ്ട്. അതായത് നമ്മളിതിൻ്റെ ഇടയിൽ ആനയെ കണ്ടപ്പോഴത്തേക്ക് ആനയുടെ ഏകദേശം ഒരു പകുതിക്ക് മുകളിൽ വരെയും പുല്ലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഹൈറ്റിലുള്ള ഒരാൾ പൊക്കത്തിലൊക്കെ ഹൈറ്റിലുള്ള പുല്ലുകളാണുള്ളത്. അപ്പം ഈ ഒരു പ്രദേശത്തൊക്കെ പോകുമ്പം അത്രയും നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പോവാം. കെയർലെസ്സായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ആനിമൽസിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് കടന്നു ഫോഗെല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നടക്കുന്നതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു ആനയുടെ സാന്നിധ്യം കിട്ടി. ഏകദേശം ഒരു പുല്ല് പറിക്കുന്ന ഒരു ഒച്ച കേട്ടിട്ടാണ് നമ്മുടെ ഗാർഡ് അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ആനയുടെ പുറം ഭാഗം നമുക്ക് കുറച്ച് കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 15-20 മീറ്റർ അടുത്തിട്ടാണ് അത് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലേക്ക് മാറി അതിൻ്റെ ടോപ്പിൽ വന്നിരുന്നിട്ട് താഴേക്ക് നോക്കിയപ്പോഴാണ് ഒരു ആന മാത്രമല്ല, അതിനോടൊപ്പം അതിൻ്റെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അത് പുല്ലൊക്കെ മേഞ്ഞിങ്ങനെ നിൽക്കുവാണ്. സാധാരണ രീതിയിൽ ഈ മലയുടെ താഴ്ഭാഗത്തും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുമാണ് എപ്പോഴും കാണാറുള്ളത്. ഇതാ മലയുടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ഇവിടെ തന്നെ താഴെ 2-3 ആനകളെ നമ്മൾ സ്പോട്ട് ചെയ്തു. ഇതിനെ കൂടാതെ തന്നെ താഴെ തൊട്ട് മുന്നിലേക്ക് നോക്കിയപ്പോൾ അതാ വീണ്ടും ഒരു ആനയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആനയല്ല ഇത്, ഇതാണ്. അതും കുട്ടിയും കൂടെ ഇവിടെ നിൽക്കുവാണ്. അതുകൂടാതെ നമ്മുടെ മുന്നിലേക്ക് മാറി വീണ്ടും ഒരു ആനയും കൂടെ നമ്മൾ സ്പോട്ട് ചെയ്തു. ഗാർഡ്സ് പറഞ്ഞത് ഈ ഭാഗത്ത് എപ്പോഴും അങ്ങനെ ആന വരാറില്ല. താഴ്ഭാഗത്തും അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗങ്ങളിലൊക്കെയാണ് എപ്പോഴും ഉണ്ടാകാറുള്ളതെന്നാണ് പറഞ്ഞത്.
ഇത് അത്യാവശ്യം നല്ല ദൂരത്താണ്, ഏകദേശം ഒരു 250 മീറ്റർ ദൂരം നിൽക്കുന്ന ആനയായിരുന്നു ആ മരത്തിൻ്റെ ഇടയിൽ കണ്ടത്. നമ്മളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട്, അത് അനങ്ങാതെ നിൽക്കുന്നുണ്ട്. അത് വരുന്ന റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അത് വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അധികം ശല്യം ചെയ്യാതെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നിലേക്ക് മാറി നിന്നു. താഴേക്ക് നോക്കുമ്പോൾ അവിടെ 3 ആനകൾ കാണുന്നുണ്ട്. അതിലൊരു കൊമ്പനും ഉണ്ട്, ഒരു പിടിയും ഒരു കുട്ടിയുമാണുള്ളത്. ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ആന മല ഇറങ്ങുവാണ്, കൂടെ കുട്ടിയുണ്ട്. താഴെ ആ ആനക്കൂട്ടം കണ്ടതിൻ്റെ തൊട്ടടുത്തായിട്ട് ആന ഒരു മ്ലാവിനെ കാണുന്നുണ്ട്. സാമ്പാർ ഡിയർ ഒറ്റയ്ക്കേ ഉള്ളൂ, മെയിലാണ്. അതിൻ്റെ തൊട്ടപ്പുറം ഭാഗത്തായിട്ട് തന്നെ ഒരു കൂട്ടം കാട്ടുപോത്തിനെ, ശരിക്കും ഇതിൻ്റെ ആദ്യം നിന്നിടത്തും കാണുന്നുണ്ടായിരുന്നില്ല. ഒരു 10-20 മീറ്ററും കൂടെ മുന്നിലേക്ക് നടന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു വിസിബിലിറ്റി കിട്ടിയത്. ഇതേ അവിടെ നിന്ന് ഒരു കൂട്ടം ആന താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അതിൽ ആ നടുക്ക് പോകുന്ന ആ ആനയും ആനക്കുട്ടിയും നമ്മൾ ആദ്യം മുകളിൽ വെച്ച് കണ്ടതും ഏറ്റവും പുറകിന് പോകുന്നത് നമ്മുടെ മുന്നിലേക്ക് കണ്ട ആനയുമാണ്. അത് 3 കൂടെ താഴേക്ക് മല ഓടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ആന ശരിക്കും ഇത്രയും വലിയൊരു ജീവി ആയതുകൊണ്ടായിരിക്കാം മല പതുക്കെ ഇറങ്ങുന്നതിന് എളുപ്പം ഓടി ഇറങ്ങുന്നതായിരിക്കാം. നമ്മുടെ ഗാർഡ്സ് പറയുന്നുണ്ട് ഈ ആന നമ്മളുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കിയിട്ടല്ല, നമ്മുടെ പിന്നാലെ മറ്റെന്തോ കണ്ടിട്ടാണ് താഴേക്ക് പോകുന്നതാണ്. കാര്യം നമ്മൾ വന്ന വഴിയിലേക്ക് നോക്കിയിട്ട് അത് സ്മെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. തുമ്പിക്കൈ ഉയർത്തി പിടിച്ചിങ്ങനെ സ്മെല്ല് ചെയ്യുന്നത് കണ്ടു. സാധാരണ ഈ ഒരു ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ അവിടെയൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നിരുന്നാലും പറയാൻ പറ്റില്ലല്ലോ എവിടുന്നാ കടുവ വരുന്നതെന്ന്. ഈ ആനകൾ മാത്രമല്ല, അവിടെ നമ്മൾ കുറച്ച് സമയം നിന്നിട്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇവിടെയായിട്ടൊക്കെ കുറേ ആനകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചു. എൻ്റെ അമ്മോ, നമ്മുടെ പുറകിൽ നിന്ന് എന്തോ ഒരു ആനയുടെ ചിഹ്നം വിളിയാണ് കേട്ടത്. എന്തെങ്കിലും കണ്ടിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും താഴെ നിൽക്കുന്ന കുറച്ച് കാട്ടുപോത്തുകളൊക്കെ പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ശരിക്കും നല്ല ദൂരത്താണ് ഇത് കാണുന്നത്. നമ്മൾ നിൽക്കുന്ന മലയിൽ നിന്ന് ഏകദേശം നല്ലൊരു താഴ്ചയിലാണ് ഈ കാണുന്ന കാട്ടുപോത്തുകളൊക്കെ നിൽക്കുന്നത്. ഈ ദൂരഭാഗത്തായിട്ട് വേറൊരു ആന മല കയറി പോകുന്നതും കാണാം. അതും ആ ഒരു ഒച്ച കേട്ട ഭാഗത്തേക്ക് നോക്കി ഇടയ്ക്ക് സ്മെല്ല് ചെയ്യുന്നുണ്ട്. ആ തുമ്പിക്കൈ ഇങ്ങനെ പൊക്കി പിടിക്കുന്നത് ആ ഭാഗത്തേക്ക് ഉള്ള സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആനയ്ക്ക് ദൂരക്കാഴ്ച കുറവായതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ടും സ്മെല്ല് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരുടെയും മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് മുന്നിലേക്ക് പോകേണ്ട വഴിയിലാണ് ഇവിടെ ഒരു കാട്ടുപോത്ത് കൂട്ടം നിൽക്കുന്നത്. അപ്പം അത് പോകാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് മുന്നേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് മാറിയപ്പോഴത്തേക്കും താഴെ വീണ്ടും കുറച്ചൊരു ആനക്കൂട്ടത്തെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ മുകളിൽ നിന്നിട്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആനകളെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെ നോക്കിയാൽ ഏകദേശം 40ഓളം ആനകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുന്നിലേക്ക് മാറി വീണ്ടും ആനകൾ. ഏകദേശം നമ്മൾ നടക്കുന്ന ആ മലയുടെ സൈഡിൽ തന്നെയാണ് ആനകളെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മല കയറി ഇറങ്ങാനുള്ള ഉദ്ദേശമായിരുന്നിരിക്കാം അവർക്കുള്ളത്. ഈ മല കയറി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും റോഡാണ്, അതായത് ഗവി റൂട്ടിലേക്കുള്ള റോഡാണ്. നമ്മൾ ആദ്യം നടന്നു വന്ന റോഡിലാണ് കാണുന്നത്. അവിടെ എപ്പോഴും ആനയുടെ ക്രോസിംഗ് ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. അതായത് 360 ഡിഗ്രിയിലുള്ള പനോരമിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിനോടൊപ്പം നല്ല കാറ്റും തണുപ്പും കോടമഞ്ഞും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ലൊരു വൈബാണ്. നമ്മൾ നടക്കുന്ന സൈഡിലെല്ലാം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആനകളാണ്. ആനകളെ കൊണ്ട് നിബിഡമാണ് ഈ ഒരു മലയെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കരടികളെയും കൂടുതലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ മുന്നിൽ പോയ ഗാർഡ്സ് വേറെ കരടിയും കൂടെ കണ്ടിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ സൈറ്റിംഗ് കിട്ടിയില്ല. അത് ഓടി മറയുകയാണ് ഉണ്ടായത്.
അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്നു. പോയ വഴിയൊക്കെ ആന മേഞ്ഞതിൻ്റെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. നമ്മുടെ മുന്നിൽ കാട്ടുപോത്തിൻ്റെ കൂട്ടമുണ്ട്. അതുകൊണ്ട് ഗാർഡ്സ് ആദ്യം മുന്നിൽ പോയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടത് മാറുന്നില്ല. നമുക്ക് അത്യാവശ്യം ദൂരം പിന്നിടാനുണ്ടായതുകൊണ്ടും സമയം ഏകദേശം 6:30 പിന്നിട്ടതുകൊണ്ടും അവർ കുറച്ച് മുന്നിലേക്ക് മാറി അത് പോകുന്നറിയാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. നമ്മുടെ ഗാർഡ്സ് ഏകദേശം എൻ്റെ ക്ലോസ് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പോയി ആൾ സെൽഫിയൊക്കെ എടുക്കുവാണ്. ആളുടെ അവസ്ഥ എന്താവും എന്തോ. അല്ലല്ല 3 ഉണ്ട്. ആ സമയം നമുക്ക് ഓപ്പോസിറ്റ് മലയിൽ നിൽക്കുന്ന ഒരു ആനയെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കുവാണ്. ഏകദേശം നല്ല ഡിസ്റ്റൻസിലാണ് ആന നിൽക്കുന്നത്. ആ കുട്ടി തന്നെയുണ്ട്. അങ്ങനെ ഒരു പറ്റം കാട്ടുപോത്തുകൾ അടുത്തുള്ള മലയിലേക്ക് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ചുകൂടെ മുന്നിലേക്ക് ചെന്നപ്പോഴാണ് ഇത് ഉണ്ടായത്. എന്നിരുന്നാലും കുറേ പേര് അവിടെ തന്നെ നോക്കി നിൽപ്പുണ്ട് നമ്മളെ. നല്ല അലേർട്ടിലാണ് അവർ. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവും എന്നുള്ളത് നോക്കി നിൽക്കുവാണ് അവർ. ചെവി ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അവർ പതിയെ തിരിച്ചു പോകാനായിട്ട് തുടങ്ങി. നേതാവാണെന്ന് തോന്നുന്നുണ്ട് പിന്നാലെ പോകുന്നത്. ശരിക്കും ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്നതെല്ലാം ഫീമെയിലും നല്ല ബ്ലാക്ക് കളറിൽ നല്ല മസിലോടുകൂടി കാണുന്നത് മെയിലുമാണ്. കാട്ടുപോത്തുകളുടെ എണ്ണം എണ്ണാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം കുറേ ഗ്രൂപ്പുകളായിട്ട് തന്നെ ഇത്രയും എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഓൾറെഡി മലകയറി പോയിട്ടുണ്ട്. ഇത് അടുത്ത ഗ്രൂപ്പാണ്. ഇവർ പോകുന്നതിന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഏകദേശം വീണ്ടും ഒരു 15 മിനിറ്റോളം നിന്നിരുന്നു. അങ്ങനെ അമൃത് എന്ന് പറഞ്ഞ ഗാർഡ് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും കുറേയൊക്കെ അങ്ങനെ ഓടിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായി പോയതൊക്കെ തന്നെ ഞങ്ങൾ ആ ഗ്യാപ്പിലൂടെ മുന്നിലേക്ക് നടന്നു. നമ്മൾ ആദ്യം ആനയെ കണ്ടത് ഈ ഒരു ഭാഗത്തായിരുന്നു. ഇവിടെ പുല്ലുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ കരടി വരാനുള്ള സാധ്യതയും കരടിയൊക്കെ പതിഞ്ഞിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ ഗാർഡ് പറയുന്നത്. മ്ലാവിൻ്റെ കോല് വെക്കുന്നുണ്ട്. ആ അതേനെ കണ്ടേ. അപ്പോൾ നമ്മുടെ കൂടെ 2 ഗാർഡ്സാണ്. ചേട്ടൻ്റെ പേരെങ്ങനെ? ചന്ദ്രൻ. ഈ പ്രോഗ്രാമിനെ പറ്റി ഒന്ന്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ മാനമുട്ടി വരും. മാനമുട്ടി മല എത്ര കിലോമീറ്റർ ടോട്ടൽ വരുന്നുണ്ട്? അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സൈഡ് 4, ഒരു സൈഡ് 8 കിലോമീറ്റർ. ടോട്ടൽ 8 കിലോമീറ്റർ. നമ്മളൊരു റൗണ്ട് അടിച്ചിട്ടാണ് പോകുന്നത് അല്ലേ? അതിലേക്ക് നോർമലി നമ്മളിപ്പം ആനയും കാട്ടുപോത്തും കരടി എല്ലാം കണ്ട് ഇതുപോലെ നോർമലി എപ്പോഴും ഇതുപോലെ സൈറ്റിംഗ് ഉണ്ടാവും. കാണാൻ പറ്റിയല്ല. ലക്കറി കണ്ട അത്ര നമ്മൾ ആരും ഇത്ര 1 വർഷം മിസ്സായി ഞാൻ വന്നിട്ട് ഇത്ര സൈറ്റിംഗ് ആദ്യമായിട്ട് വന്നു. അതേറ്റാണോ ഇത്ര അടുത്ത് കാണുന്നതല്ലേ? ആനയില് ഒരു സെറ്റ് 2 സെറ്റ് അങ്ങനെ ഇത് കുറേ സെറ്റ് ഉണ്ടായിരുന്നല്ലോ. 5-6 സെറ്റ് ഉണ്ടായിരുന്നു. കൊമ്പനും പിടിയും കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. കരടി എപ്പോഴും ഈ സൈഡ് മാത്രമാണോ? കരടി ഇഷ്ടംപോലെ ഉണ്ടല്ലേ? ഇത്രയും വലിയ പുല്ലാണ് ഇതിനകത്ത് അറിയത്തില്ല. ഓ ശരി ശരി. ഇതുപോലെ നിരപ്പുള്ള 20 വർഷം കാണാൻ പറ്റും. ഇനി നമുക്ക് എത്ര കിലോമീറ്റർ പോകാനുണ്ട്? ഇനി ഒരു കിലോമീറ്റർ നേരമാണ്. 6 മണി കഴിഞ്ഞാൽ വണ്ടി വരും. വണ്ടി വരും അല്ലേ? അപ്പം എന്നത് ക്യാമ്പിലേക്ക് പോകാം. ഓക്കെ. ആ സമയം ഇവിടെ ആന ഉണ്ടാവാറില്ല ഈ പുല്ലിൻ്റെ ഇടയിൽ? കരടി ഉണ്ടാവും അല്ലേ? അല്ല അറ്റാക്ക് ചെയ്യൂ? അത്യാവശ്യം ഇവിടെയൊക്കെ ഒരാൾ പൊക്കത്തിലുള്ള പുല്ലാണുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ആനിമൽസ് ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. അത് പതിഞ്ഞിരുന്നു കഴിഞ്ഞാൽ. അതാണ് ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞത്. ഇതിനുള്ളിൽ കരടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഒരു ഗൈഡ് കുറച്ച് മുന്നേ ആദ്യം നടന്നു പോയിട്ടുണ്ട്. പുല്ലെല്ലാം നോക്കി പോവാണ്.
അത് കുറച്ച് മുന്നിലെത്തിയിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ഓക്കെ ആണെന്നുള്ള ലെവലിൽ. നമുക്ക് ആദ്യത്തെ ആനയുടെ സൈറ്റിങ് കിട്ടിയ ഭാഗം ഇവിടെയാണ്. നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇവിടെയാണ് ആനയെ കണ്ടത്. നമുക്ക് ഇതുവഴി താഴെ റോഡ് കാണുന്നുണ്ട്. ആ റോഡിലോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് നടന്നാണ് പോകുന്നത്. ഇപ്പം എന്തോ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടു. അങ്ങനെ വണ്ടി കിട്ടുവാണെങ്കിൽ ലിഫ്റ്റ് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഏകദേശം റോഡിലേക്ക് എത്താറായി. റോഡിലേക്ക് എത്തിയപ്പോൾ തന്നെ 6:45 കഴിഞ്ഞിരുന്നു സമയം. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴി എന്തോ ഫോറസ്റ്റിൻ്റെ വണ്ടി എന്തോ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ ലിഫ്റ്റ് ആവും. ഇനി ഏകദേശം 1.5-2 കിലോമീറ്ററോളം നമ്മുടെ ക്യാമ്പിലേക്ക് നടക്കാനുണ്ട്. അത്യാവശ്യം സൈറ്റിംഗ് കിട്ടിയൊരു ട്രെക്കിംഗ് ആയിരുന്നു ഇത്. അങ്ങനെ ഒരു ആശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങൾ മുന്നിലേക്ക് നടക്കുമ്പോൾ നമുക്ക് വീണ്ടും സൈറ്റിംഗ് കിട്ടി. ആനക്കൂട്ടങ്ങളാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടിയ ആനയാണിത്. അത് 2 ആയിരുന്നില്ല, 3 ആനകളോളം ഉണ്ടായിരുന്നു. ഇതൊരു കൊമ്പനാണ്. നമ്മൾ നടന്നു പോകുന്നതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഒരു സൈഡിൽ 2 ആനയും മറ്റു സൈഡിൽ ഒരു ആനയും ഒരു കുട്ടി കൊമ്പനുമാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട്. 7 മണിയോടെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ആ ഫോറസ്റ്റിൻ്റെ ജീപ്പ് വന്നിരുന്നു. അതിനകത്ത് കയറിയാണ് ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് പോയത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ട്രെക്കിങ് വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ട്രെക്കിംഗ് ആയിരുന്നു. നമ്മുടെ കൂടെ വന്ന ഗാർഡ്സ് ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തൊരു ട്രെക്കിംഗ് ആയിരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ട്രെക്കിംഗ് തന്നെയാണ് ഈ മാനമുട്ടിമല അല്ലെങ്കിൽ മാനമുട്ടിമേട് ട്രെക്കിംഗ്. ഈ ഒരു ട്രെക്കിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്റ്റേ പ്രോഗ്രാം ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ സ്റ്റേ പ്രോഗ്രാമിനോട് കൂടെ ചേർന്ന് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു ട്രെക്കിംഗ്. അപ്പോൾ ഈ സ്റ്റേ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പങ്കുവെക്കാം. അതുവരേക്കും ബൈ. നമുക്ക് എലിഫൻസ് ഉണ്ടായി, പിന്നെ കരടി കാണാൻ പറ്റി, പിന്നെ കാട്ടുപോത്തിന് ഭയങ്കര എടുക്കുന്നുണ്ട്, ക്ലോസ് റേഞ്ചിലുണ്ട്. പിന്നെ എലിഫൻസും ഭയങ്കര ക്ലോസ് റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റി ആസ് എ ട്രക്കിംഗ്. പിന്നെ ആനിമൽ വിസിറ്റ് സൈറ്റിംഗ് കൂടി ആയതുകൊണ്ട് നൈസായിരുന്നു ട്രക്കിംഗ്.